Gottayo. Okay, activity 5. Take some dry seeds of moong or channa. Put a small quantity of seeds in a container filled with water and leave this aside for a day. Next day, drain the water completely and leave the seeds in the vessel. Wrap them with a piece of wet cloth and set aside. The following day, do you observe any changes in the seeds? Last year, നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണിത്. അതായത് ഷൂട്ടിംഗ്, അതായത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത് ചെറുപയർ ഒക്കെ മുളപ്പിച്ചിട്ട്? ദിസ് ഇയർ സ്റ്റുഡൻസ് ഓഫ് 5th സ്റ്റാൻഡേർഡ് ആർ ഡൂയിങ് ദാറ്റ്. Already they had done last week and today also they have to submit it. Means last Thursday they submitted, and on that day the small shoot has been come out, and by Monday today when they are in the class, I think it roots and all will be there. Roots and leaves may come because it's already 5 days are over, isn't it? Okay, so and here they are asking us to make these seeds. Means you may be having moong or chana, means ചെറുപയർ നിങ്ങളുടെയൊക്കെ വീട്ടിലില്ല ഇഷ്ടം പോലെ. ഓക്കെ, കുറച്ച് ചെറുപയർ, കുറച്ച് മതി കേട്ടോ. അടുക്കള കയറി മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മമാർ ഓടിക്കും. പിന്നെ അതുകൊണ്ട് ഒരു ഇത്തിരി മതി. എക്സ്പെരിമെന്റ് ചെയ്യാനാന്ന് പറഞ്ഞാൽ മതി. 2, 3, 4, 5 ഒക്കെ അമ്മ തരും, കുഴപ്പമില്ല. ഓക്കെ, ടേക്ക് സം small grams like that way, then put it in a dish and pour some water, leave it in the water for 1 day, and tomorrow, today is Monday, okay, tomorrow take it out from the water. Don't leave it in the water for few days, only 1 day enough in the water. ഒരു ദിവസം വെള്ളത്തിൽ ഇടുക, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, നാളെ എടുത്തിട്ട് പുറത്ത് വെക്കുക. എന്നിട്ട് നാളത്തെ ഞാകുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? സ്മോൾ ഷൂട്ട് വിൽ ബി ദേർ. ചെറിയ മുള വന്നിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ട് ഈ വർഷം ചെയ്യണോ? ചെയ്യണമെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. മുള വന്നിട്ട് നിങ്ങൾക്ക് തിന്നാം അടുത്ത ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം. ഓക്കെ, സോ എക്സ്പെരിമെന്റ് ആണ്. ഇന്ന് കുറച്ച് പയർ എടുക്കുക, വെള്ളത്തിൽ ഇടുക, എന്നിട്ട് മുളപ്പിക്കുക. നാളെ ആകുമ്പോഴത്തേനും എടുത്ത് വെള്ളത്തിൽ തന്നെ 3-4 ദിവസം ഇട്ട് വെച്ചാൽ ചീഞ്ഞു പോകത്തേ ഉള്ളൂ, മുളയൊന്നും വരത്തില്ല കേട്ടോ, ശ്രദ്ധിക്കുക. And a small white structure may have grown out of the seeds if the seed has sprouted means shooted എന്ന് പറഞ്ഞാൽ മുളച്ചു എന്നർത്ഥം. If not, wash the seed in water, drain the water and leave them aside for another day. അപ്പൊ ഇന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നാളെ വൈകുന്നേരം നോക്കുക. നാളെ രാവിലെ വെള്ളത്തിൽ നിന്ന് എടുക്കണം കേട്ടോ. ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നാൽ ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് സഫീഷ്യന്റ് എയർ, സോ ഇറ്റ് വിൽ നോട്ട് ഷൂട്ട്, ചീഞ്ഞു പോകും. അപ്പം അത് നിങ്ങൾക്ക് അറിയാലോ, മുളപ്പിക്കാൻ അറിയാലോ. എന്നിട്ട് നാളെ നോക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതാ ഈ ഫിഗർ 1.6 നോക്കിക്കേ. കടല മുളച്ചേക്കുന്നുണ്ടോ? കടല മുളയ്ക്കാൻ 2-3 ദിവസം എടുക്കും. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഈ ചെറുപയർ എല്ലാവരും നല്ല ഇത്രയും നീളത്തിലായിരുന്നു. പക്ഷെ കടല ഇട്ടവര്, വെള്ളത്തിലിട്ടവരുടെ പതിയെ ഈ വൈറ്റ് പാർട്ട് സ്പ്രൗട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ വാഷിംഗ് ദീസ് സ്പ്രൗട്ട്സ് സീഡ്സ് യു ക്യാൻ ഈറ്റ് ദം. ഇതിന്റെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ, സ്പ്രൗട്ട് ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ പ്രോട്ടീന്. ചെറുപയർ മുളപ്പിച്ച് കഴിച്ചിട്ടുള്ളവരൊക്കെ പ്ലീസ് റൈസ് ദ ഹാൻഡ്. എല്ലാരും കഴിക്കാറുണ്ട് അല്ലെ ചെറുപയർ മുളപ്പിച്ച് തിന്നിട്ടുള്ളവര്? ഓക്കെ, ഗുഡ്. എന്തിനാ അങ്ങനെ തിന്നുന്നേ? ബിക്കോസ് വെൻ ഇറ്റ് സ്പ്രൗട്ട് ഇറ്റ് ഹാസ് സോ മച്ച് ഓഫ് പ്രോട്ടീൻ ഇൻ ദാറ്റ്. അതിനകത്ത് നല്ലപോലെ പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഗുഡാണ്. അപ്പൊ അമ്മയോട് പറഞ്ഞാൽ മതി, ചെറുപയർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞാൻ തിന്നോളാന്ന് പറഞ്ഞാൽ അമ്മ കുറച്ച് കൂടുതലൊക്കെ തരും. ബിക്കോസ് എന്തേലും തിന്ന് ഒന്ന് പുഷ്ടിപ്പെടുത്തട്ടെ എന്റെ കുഞ്ഞിന്റെ ബോഡി എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതലൊക്കെ തരും കേട്ടോ. സോ ടുഡേ ഈസ് മൺഡേ. ടുഡേ ടേക്ക് സം grams and put it in the water. By tomorrow take it out from the water, and by evening you can see small sprout may come. And if you pour little more, don't dip in the water again, just make it wet. Pour little water and keep it aside, and within 2 days you can see shoot will come, and then you can eat simply. Or if you don't like that taste, ask your mummy to make it a little hot, adding little oil or sugar or coconut, as you like. It is very good. Don't cook it, just make it hot. But if you eat it raw, as it is raw, it is very, very good. അത് പച്ചയായിട്ട് തിന്നാൽ വളരെ നല്ലതാണ്. മനസ്സിലായോ?
പിന്നെ ചിലവർക്ക് ആ പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയാൽ മതി. ഇത്തിരി പഞ്ചസാരയോ വെല്ലമോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് വേണമെങ്കിൽ ഇല്ലെങ്കിൽ. സോ യു ഡു ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് നെക്സ്റ്റ് വെൻ യു ഹാവ് അഗൈൻ സയൻസ് ക്ലാസ് ടുഡേ, ഡു യു ഹാവ് 2 classes? 4 മണിക്കുണ്ട്. 4 മണിക്കുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. സോ അഗൈൻ ഐ തിങ്ക് നെക്സ്റ്റ് മൺഡേ ഉള്ളി അല്ലേ? Again we have only next Monday science class. Okay, so today you just put this gram. Tomorrow it will be start to shoot. Tomorrow is Tuesday. Next by Wednesday it will be all right. Okay, okay, you can eat it on Wednesday, and if you keep it little bit for next Thursday, Friday and all, no problem, you can eat. പക്ഷെ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴത്തേന് ഇല അടക്കം തിന്നേണ്ട വരും, ഇലയൊക്കെ വരാൻ തുടങ്ങും. കുഴപ്പമില്ല. ഓക്കെ, മൺഡേ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഈ 6th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ ബോയ്സ് ആൻഡ് ഗേൾസും തടിച്ചിരിക്കും. വൈ? ബിക്കോസ് യു ഹാവ് ഈറ്റൻ പ്രോട്ടീൻ റിച്ച് gram. Okay, let me see how many of you will eat and how many of you will become fatty on Monday. You may not be filling in this camera. Okay, നോക്കട്ടെ എത്ര പേർക്ക് തടി വെച്ചിരിക്കുമെന്ന്. ശരി. Next, after washing the sprout seeds, you can eat them. They can also be boiled and some spices and get a tasty snack to eat. നമുക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്യാം, പക്ഷെ ഒരുപാട് കുക്ക് ചെയ്ത് അതിന്റെ പ്രോട്ടീൻ ഒന്നും കളയരുത്. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മസാലയോ ഷുഗറോ പഞ്ചസാരയോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് എങ്ങനെ വേണേലും തിന്നോളുക. ഓക്കെ, നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതായിരിക്കുമല്ലോ എങ്ങനെ. ഓക്കെ, ഡു യു നോ where honey comes from or how it is produced? That everybody may be knowing, isn't it? From where do we get honey? Beehive. How there will be honey in the beehive? The bees. Bees. തേനീച്ചകള് പൂവിൽ നിന്നൊക്കെ തേൻ എടുത്തിട്ട് കൂട്ടിക്കൊണ്ടുപോയി വെക്കും. നമ്മളത് എടുക്കുന്ന സമയത്ത് നമുക്ക് തേൻ, നല്ല ശുദ്ധമായ തേനൊക്കെ കിട്ടുന്നു. Very good, very good. Actually, bees produce honey. Honeybees produce honey. Honeybees, how they will produce? They will collect nectar from flowers. You might have seen honeys buzzing around flowers. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പൂക്കളുടെ ചുറ്റും ഇങ്ങനെ ഹണി ബീസ് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന മൂളിക്കൊണ്ട് പാട്ടൊക്കെ പാടി അല്ലേ? Okay, you might have seen honeys buzzing around the flowers, and we know that there will be nectar or honeys in the flowers. ഹണി ഫ്ലവേഴ്സിലെ നെക്ടാർ ഉണ്ടായിരിക്കും, അതായത് ഹണി ഉണ്ടായിരിക്കും. So these honey bees will collect the nectar from the flowers and they will store it in the beehive. Understand? അവര് എല്ലാം നിങ്ങൾക്ക് എന്തായാലും ആരെങ്കിലും ഇപ്പം അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അച്ഛന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ പോക്കറ്റ് മണി ഒക്കെ തരികയല്ലേ? Where are you keeping those monies? Will you give to your mummy and daddy? What will you do? What will you do? ആരും കാണാതെ എവിടെയെങ്കിലും എടുത്തു വെക്കും. എവിടെ എവിടെ എവിടെ? അടുക്കള കൊണ്ട് സൂക്ഷിച്ചു വെക്കുവാ. Then where? Safely you will keep somewhere else, isn't it? Your mummy should not see, your papa should not see, brother should not see, sister should not see, grandpa should not see, grandma should not see, isn't it? Okay, nobody. Aditya Sunil Kumar has a bottle of honey, half bottle is there. Okay, so nobody should see your money, isn't it? Why you keep so safely? Why do you keep that money so safely? Hanna? എന്തൊക്കെ ആഗ്രഹം വെച്ചിട്ടുണ്ട്. ആഗ്രഹം സാധിപ്പിക്കാൻ. ആഗ്രഹങ്ങളുണ്ടാ സാധിക്കാൻ വേണ്ടിയാണോ സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെക്കുന്നത്? ഹന്ന, why do you hide the money from others? നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ അതിനു വേണ്ടി കാശ് ഒക്കെ എടുത്തു വെക്കുന്ന, അങ്ങനെയൊക്കെ എടുത്തു വെക്കാം. Okay, okay, okay. Nobody should steal your money, isn't it? That's what you hide. You may have, some of you may have purse with you.
Some may be having that tin and all. ഇനി ഇതൊന്നും ഇല്ലെന്നൊരു നിങ്ങൾ ബുക്കിനകത്തോ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും അല്ലേ? ഓക്കെ, ഇങ്ങനെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് നിങ്ങൾ ആ പൈസ കൊണ്ടുവന്നു. ലൈക്ക് ദാറ്റ് വേ ദിസ് ഹണീസ് ഓൾസോ വിൽ സ്റ്റോർ ആൻഡ് കീപ് ദ nectar from the flowers in beehive. But ഒരു ദിവസം നിങ്ങൾ ഈ സൂക്ഷിച്ചു വെച്ച പൈസ മമ്മി കണ്ടു എന്ന് വിചാരിക്കുക, അല്ലെ പപ്പ കണ്ടു എന്ന് വിചാരിക്കുക, വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, പോട്ടെ നിങ്ങളുടെ ബ്രദർ കണ്ടെന്ന് വിചാരിക്കുക, naughty boy, what he will do? If your brother or sister sees your money, what they will do? When you go to auntie's house or uncle's house, or when you go to take bath, or when you go to play, they may steal, isn't it? Like that way we people are going and stealing the honey from the beehive. Did you understand what I said? എന്റെ കയ്യിൽ ഒരു 100 rupees ഉണ്ടായിരുന്നു. അത് അവൻ കണ്ടായിരുന്നു. അന്നേരം ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ അവൻ അത് എടുത്തു. സെയിം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ നോട്ടി ബോയ് ബ്രദറോ സിസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവരും അത് അടിച്ചു മാറ്റും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ഹണി നമ്മൾ ഈ ബീഹൈവിൽ നിന്നും അടിച്ചു മാറ്റും. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ പൈസ സൂക്ഷിച്ചു വെച്ചത് നിങ്ങളുടെ ബ്രദറോ സിസ്റ്റർ എടുക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങിച്ച് എവിടെയെങ്കിലും വേറെ അവര് കാണാത്ത വേറെ കിട്ടുന്ന പോലെ ഒരു പത്തലൊക്കെ വെച്ച് 2 എണ്ണം കൊടുത്ത് എങ്ങനെയാലും തിരിച്ചു മേടിക്കും അല്ലെ? ലൈക്ക് ദാറ്റ് വേ നമ്മുടെ ഹണീസവും നമ്മൾ ചെന്ന് ഈ ഹണി മോഷ്ടിക്കുന്ന സമയത്ത് നമ്മളെ പ്രതിരോധിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് സമ്മാനം തരാറുണ്ട്, കൈക്കും കാക്ക അല്ലെ? കുത്തു തരാറില്ലേ? ഓക്കെ, have you seen a beehive where so many bees keep buzzing about? What is the meaning of buzzing? Buzzing means the sound of honey. Sorry, honey bees. Honey bees sound is known as a buzzing. Okay, bees collect nectar from flowers and convert it into honey and store it in their hive. Hive means ഇപ്പൊ നമ്മൾ പൈസയൊക്കെ പേഴ്സിനകത്ത് സൂക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ടിന്നുണ്ടാകും, ഭണ്ഡാരം എന്നൊക്കെ പറയല്ലോ, കുടുക്ക, അതുപോലെ. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുന്ന പോലെ ഇവർ സൂക്ഷിക്കുന്ന സ്ഥലമാണ്, ഈ നെക്ടാർ സൂക്ഷിക്കുന്ന സ്ഥലമാണ് beehive. And flowers and their nectar may be able to only for a part of the year. So bees store this nectar for their use all through the year. When we find such a beehive, we collect the food stored by the bees as honey. So we know that we will not get flowers for the whole year. Flowers are only for some season time, isn't it? Only seasonable it is. So we will not get for the whole year. So what these honey bees will do? They will collect the nectar from the flowers. When they get as much as honey, they will collect and they will store to eat for the whole year. Means flowers എപ്പോഴും ഇല്ല, ഉള്ള സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഹണീസ് നമ്മുടെ ബീസ് കളക്ട് ചെയ്തിട്ട് ഈ ബീഹൈവിൽ സൂക്ഷിച്ചു വെക്കും. അത് നമ്മൾ കണ്ടാൽ നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട്, പാവം അവരുടെ ഫുഡല്ലേ നമ്മൾ അടിച്ചു മാറ്റുന്നത്. നമ്മൾ അടിച്ചു മാറ്റി പിന്നെ ഒരു വർഷം മുഴുവൻ അടുത്ത ഫ്ലവേഴ്സ് ആകുന്നവരും വരെ ഈ ഹണി ബീസ് പട്ടിണിയിലാണ്. ദേ ആർ സ്റ്റാർവിങ്. ദാറ്റ്സ് വാട്ട് ദേ ആർ സ്റ്റിങ്കിങ് അസ്. അതുകൊണ്ടാണ് നമ്മളെ കുത്തുന്നവര്, അവരുടെ ഫുഡെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കൊണ്ട്. Okay, what do animals eat? Do you have cattle or pet that you take care of? A dog, cat, buffalo or goat at home? Some may be having some pet birds. Isn't it lovebirds and all? How many of you have lovebirds and all at home? Miss, മുളപ്പിക്കാത്ത കടലാണോ സ്പ്രൗട്ട്സ്? മുളപ്പിക്കാൻ എടുത്ത കടലയാണ്. എന്തുവാ അത്? എനിക്ക് മനസ്സിലായില്ല. കടലയോ ചെറുപയറോ വെള്ളത്തിലിട്ട് മുളപ്പിക്കാം. ഓക്കെ. Okay, do you have any pet animals at home like cat, dog, birds, fish and all? Okay. Do you give food for them? Yes. Some may be eating cooked food like rice, chapati, puri and all. Isn't it? With chicken curry and all. നമ്മുടെ dog, cat ഒക്കെ. പക്ഷേ what about the cow? Cow needs only leaves and grass, isn't it? Okay. You will see them. You will then surely be aware of the food the animals eat. What about the other animals? Have you ever observed what a squirrel, pigeon, lizard or a small insect may be eating as their food? And see, you may be having dog at home or cat or hen or lovebirds.
whatever it may be. There will be so many other insects and other animals in your house and around your house that you are not at all feeding them. You may be having lizards, many lizards in your house. Are you giving food for them? No, but they are eating, isn't it? They will find their food by themselves. And if you are having cat, dog and all at home, or cow, goat and all, of course, surely we will give food for them. If you have cow, if you have goat, dog, cat, lovebirds and all, what we will do? We will give food for them. But if you are not giving food for these animals like lizards, squirrels, street dogs, lion, tiger and all, they will find their food by themselves. Food. Aha, Rubai sir, what is the time, my dear? Only 4 minutes are left out. What happened? Goodbye. You should attend the YouTube class afterwards, okay? Yes. Next, several animals are listed in table 1.5. For some of them, the type of food they eat also is given. Fill in the blanks in the table. Here, one list is given. This you have to do by evening, before evening class. നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഇല്ല. ആ ക്ലാസ്സിന് മുന്നേ ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. വളരെ ഈസിയാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മീൻസ് ഹിയർ ബഫല്ലോ ഈറ്റ്സ് ഗ്രാസ്, ഓയിൽ കേക്ക്, ഹെയർ. ആ മിസ് എന്താ ഈ ഓയിൽ കേക്ക്? പിണ്ണാക്ക് തിന്നാറുണ്ടോ? Okay. Animals like cow, goat and all will eat, isn't it? Okay. Next, cat. Small animals, then birds, milk, biscuits, rice, biryani, nature, this all will eat, isn't it? Cat. ഇല്ലേ? ഉയ്യോ, എഡ്വിൻ ഇങ്ങനെ വണ്ടടിച്ചിരിക്കും. ബിരിയാണി തിന്നോ ക്യാറ്റോ? ഇന്ന് കൊടുത്തു നോക്ക്, തിന്നോന്നറിയാം. ഓക്കെ. Homework ഇപ്പൊ പറയുന്നത് ഹോംവർക്ക് അല്ല, ക്ലാസ് വർക്ക്. യു ഷുഡ് സബ്മിറ്റ് ഇറ്റ് ബൈ ഈവനിങ് ക്ലാസ്. യു ഹാവ് വൺ മോർ ക്ലാസ്, സയൻസ് ക്ലാസ് ടുഡേ. സോ ഇൻ ദാറ്റ് പേജ് നമ്പർ 5, table 1.5. Do you have textbook with you? Do you have textbook with you, Rubaisa? കാര്യം ചോദിച്ചോട്ടാ? Yes. ഈ ക്രോ പറഞ്ഞ അതേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ ഞമ്മേലെ പോലോ? എവിടെയാ അതേഴ്സ്? You all will belong to that group. Okay. Next, rat, lion, tiger, spider, house lizard, cow, human beings. Others not human beings avada vannittund mele. Nee ninte pere ezhudanda ട്ടോ. Human beings separate. Wait. Human beings already is there. So others il vere idil pedatha vere edelum jeevide pere ezhuduka. Next, butterfly, crow and others. Others il edengilu ornathinte ninge ishtamulla ornathinte ezhudam. Ee listil pedatha edengilu ornam. Okay, ഇതിനകത്ത് അറിയാത്ത ആരവളെ? റാറ്റിനെ അറിയാം, ലയണിനെ അറിയാം, ടൈഗറിനെ അറിയാം, സ്പൈഡർ അറിയാം, ഹൗസ് ലിസാർഡ്. ലിസാർഡ് മീൻസ് പല്ലി. നെക്സ്റ്റ്, റാറ്റ് എന്നാ തിന്നുന്നോ? റാറ്റ് എന്നാ തിന്നുവല്ലാത്ത? നിന്റെ വീട്ടില് റാറ്റ് വരാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ കടിച്ചു തിന്നാറില്ലേ? Okay. See. Only 1 minute. There is no time to say bye and all. We'll continue the class. By time it will be cut off. Okay. So don't tell any excuse like a morning. രാവിലെ പറഞ്ഞ പോലെ റിവൈസ് ഹോംവർക്ക് കണ്ടില്ലല്ലോ നിന്റെ? എവിടെ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് എന്തിയെ? Did you send the homework? Wait. ഞാൻ ലിസ്റ്റ് ആക്കിയിട്ട് വൈകുന്നേരം പറയാം ആരൊക്കെയാന്ന്. അടുത്ത ഒരു കുപ്പി ഹോർലിക്സ് ടേബിള് ലിസ്റ്റ് ആക്കിയിട്ട് വേണം എത്ര കുപ്പി ഹോർലിക്സ് വാങ്ങണം എന്നുള്ളതിന്റെ എണ്ണം കൊടുക്കാൻ. മെമ്മറി പവറിന് വേണ്ടിട്ട് മറന്നു പോകുമല്ലോ എല്ലാരും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 7. Have a look again at table 1.5 and group the animals entered here as follows. Place animals which eat only plants or
plant products. That is a herbivores. That and all you have studied in lower classes. Unmute sound. Please, class cut away.